ആകാംക്ഷ നിറഞ്ഞ ആ നോട്ടം കണ്ടതും വൈഫ് പതുക്കെ ശിവയിൽ നിന്നും പിടിവിട്ടു. മുഖത്ത് ഒന്നും അറിയാത്ത ഭാവം വരുത്തിക്കൊണ്ട് അവൻ ഷർട്ടിന്റെ കോളർ ഒന്ന് ശരിയാക്കി തുടങ്ങി. എന്ത് പറയാൻ? ഐ തിങ്ക് യു ആർ കൺഫ്യൂസ്ഡ്. നിന്നെ എവിടെയോ ആദ്യം കണ്ടതെന്ന് ഞാൻ അന്ന് പറഞ്ഞതല്ലേ? വൈഫ് ഒരു കള്ളച്ചിരിയോടെ ഒഴിഞ്ഞുമാറാൻ നോക്കി. ദേ കള്ളച്ചിരി ചിരിക്കുന്നു. ദേ കടുവേ, വേണ്ടാട്ടോ. കുറച്ചു നാളായി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞെന്നെ പറ്റിക്കുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം ഡോക്ടർക്ക് അതെല്ലാം ഓർമ്മയുണ്ടെന്നും. ആണോ? എങ്കിൽ എൻ്റെ പെണ്ണ് ആദ്യം പറ, എന്താ ഞാൻ ഓർക്കുന്നത്? എന്താ ഞാൻ പറയേണ്ടത്? ചുവന്നു കയറിയ പെണ്ണിന്റെ മൂക്കിൻ തുമ്പിൽ കളിയോടെ ഒന്ന് തൊട്ടുവിട്ട് അവൻ ചോദിച്ചത്. ഇതാദ്യമല്ല. കഴിഞ്ഞുപോയ നാളുകളിൽ ഇങ്ങനെ ഇടയ്ക്കിടെ വൈഭവിന്റെ നാവിൽ നിന്ന് പഴയ ഒരു ഓർമ്മ കേൾക്കാറുണ്ട്. അപ്പോഴെല്ലാം അവൻ ആ ആക്സിഡന്റ് ഓർത്തോ എന്നറിയാൻ ആകാംക്ഷയോടെ തിരക്കും. അപ്പോഴൊക്കെ ചെക്കൻ ഇതുപോലെ കുറുമ്പോടെ പെണ്ണിനെ നൈസായി ഒഴിവാക്കും. ദേ കടുവേ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇത് മനഃപൂർവ്വ. എൻ്റെ വായിന്ന് തന്നെ അത് കേൾക്കാനല്ലേ. അങ്ങനെ ഞാൻ തോറ്റു തരില്ല കടുവേ. ടെമ്പർ തെറ്റിയ പെണ്ണ് വൈഭവിന് മുന്നിൽ ചെന്ന് തടസ്സം നിന്ന് അവന്റെ കോളറിൽ പിടിച്ച് തുറച്ചു നോക്കി. അവന്റെ ചുണ്ടിൽ ഇപ്പോഴും ആ ഗൂഢമായ പുഞ്ചിരിയാണ്. സോ മിസ്റ്റർ ചൂടൻ വർമ്മ, മര്യാദയ്ക്ക് പറഞ്ഞോ. ഇല്ലേൽ ഇന്ന് മുഴുവൻ നിങ്ങളെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തും. പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. നോക്കിക്കോ. വിടർന്ന കണ്ണുകളോടെ അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു ശിവ. പെണ്ണിന്റെ ആവേശവും തൻ്റെ ഇടവും കണ്ടുനിന്ന വൈഫോന്റെ ഉള്ളിൽ പ്രണയം അണപൊട്ടി ഒഴുകുകയായിരുന്നു. അടുത്ത നിമിഷം വൈഫോ അവളുടെ അരക്കെട്ടിലൂടെ കൈ ചുറ്റി അവളെ തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു. ആ ചുവന്ന തുടുത്ത ചുണ്ടുകളിൽ അവൻ തൻ്റെ അധരങ്ങൾ അമർത്തി. വാക്കുകൾ പാതി മുറിഞ്ഞ് സ്തബ്ധയായി പോയവൾ കണ്ണു വിടർത്തി തരിച്ചു നിന്നു. മൃദുവായി അവൻ ആ അധരങ്ങളെ തൊട്ടെടുത്തതും ആ ചുംബനത്തിന്റെ തീവ്രതയിൽ അവളുടെ ഉള്ളിലെ സകല പരാതികളും ദേഷ്യവും മഞ്ഞുപോലെ ഉരുകിത്തീർന്നു. വിറയ്ക്കുന്ന കൈകളാൽ അവൾ പതുക്കെ അവന്റെ ചുമലുകൾ മുറുകെ പിടിച്ചു. ആ ചുംബനത്തെ ഏറ്റെടുത്തു. ചൂട് പിടിച്ച ചുംബന തീവ്രത അതിരുകടക്കും മുന്നേ വൈഭവ് തന്നെ അവളുടെ ചെഞ്ചുണ്ടിനെ മോചിപ്പിച്ചു. പതുക്കെ അവനിൽ നിന്ന് പിടിവിട്ട് അകലുമ്പോൾ ശിവയുടെ മുഖമാകെ ചുവന്നു തൊടുത്തിരുന്നു. ഇങ്ങനെ നിന്ന് ചുവക്കാതെ പെണ്ണെ, പോയി ബാക്കി ഒരുങ്ങ്. നമുക്ക് കല്യാണം നടത്തണ്ടേ? ആകെ നാണം കൊണ്ട് പൂത്തുലഞ്ഞ് സ്ട്രക്കായി നിൽക്കുന്ന പെണ്ണിനോട് അവൻ ചോദിച്ചപ്പോഴാണ് ഞെട്ടിയ ശിവ ഒന്ന് ചുറ്റും നോക്കിയത്. അപ്പോഴേക്കും അവളെ കണ്ണുനിറക്കി കാണിച്ചവൻ നേരെ ഡ്രസ്സിംഗ് റൂമിൽ കയറി വാതിലടച്ചു. കാട്ടുകടുവ ഇന്നും പറ്റിച്ചു. വരട്ടെ, എൻ്റെ കയ്യിൽ കിട്ടും. വൈഫൈ വീണ്ടും പറ്റിച്ചെന്ന് മനസ്സിലായ പെണ്ണ് ദേഷ്യത്തിൽ പിറുപിറുത്തു. ശിവ. പെട്ടെന്ന് വെളിയിൽ നിന്ന് ചിത്തുവിന്റെ വിളി കേട്ടതും ശിവ മുറിവിട്ട് ഹാളിലേക്ക് നടന്നു. അപ്പോ കണ്ടു അവിടെ നിൽക്കുന്ന അനിയെയും ചിത്തുവിനെയും. ശിവയെ കണ്ടതും അവളെ ചെന്ന് പുണർന്നു ചിത്തു. നിറകണ്ണുകളോടെ അവളുടെ നെഞ്ചിൽ വീണു തൻ്റെ ഉദരത്തിലെ ജീവനുകളുടെ കാര്യം പറഞ്ഞു. അത് കേട്ടതും കണ്ണുകളിലും നെഞ്ചിലും ആനന്ദം പൊടിഞ്ഞവൾ വിറയ്ക്കുന്ന കൈകളാൽ ചിത്തുവിന്റെ വയറിൽ പതുക്കെ തലോടി. ഒരിക്കൽ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയിൽ വിറങ്ങലിച്ചു നിന്ന തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ദൈവം ഇരട്ടി മധുരം നൽകിയിരിക്കുന്നു എന്ന സത്യം വിശ്വസിക്കാനാവാതെ ശിവ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. വാക്കുകൾ പുറത്തേക്ക് വരാതെ വിതുമ്പിക്കൊണ്ട് അവൾ ചിത്തുവിനെ മാറോട് ചേർത്ത് പിടിച്ചു. ആ ആലിംഗനത്തിൽ കഴിഞ്ഞുപോയ സങ്കടങ്ങളും വരാനിരിക്കുന്ന വലിയൊരു സന്തോഷത്തിന്റെ പ്രതീക്ഷയും അലിഞ്ഞു ചേർന്നിരുന്നു. ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് അങ്ങോട്ടേക്ക് വന്ന വൈഭവ് ഹാളിലെ വികാരാധീനമായ ആ കാഴ്ച കണ്ടതും അവൻ പതുക്കെ അനിരുദ്ധിന്റെ അടുത്തേക്ക് നടന്നു. അനിയുടെ കണ്ണുകളിലെ ആ തിളക്കവും മുഖത്തെ പ്രകാശം കണ്ടപ്പോൾ തന്നെ കാര്യങ്ങൾ വൈഭവിനും വ്യക്തമായിരുന്നു. വൈഭവ് നിറഞ്ഞ സംതൃപ്തിയോടെ ഏട്ടന്റെ തോളിൽ കൈവച്ച് അവനെ ചേർത്ത് പിടിച്ചു. അങ്ങനെ സന്തോഷങ്ങൾ കൊണ്ട് മതിമറന്ന ആ സായാഹ്നം ഒരു ഒത്തുചേരലിനും കൂടി സാക്ഷിയാക്കുകയായിരുന്നു. ഒരിക്കൽ ഒന്നാകാൻ പറ്റാത്ത വേർപെട്ട സേതുവിന്റെയും അനിതയുടെയും വിവാഹത്തിനായി ആ കടൽ തീരത്ത് ഒരുക്കിയ ചെറിയ മണ്ഡപത്തിൽ എല്ലാവരും ഒത്തുകൂടിയത് ആ ചടങ്ങിനാണ്. കുറച്ചധികം കഷ്ടപ്പെട്ട് ഒടുവിൽ തൻ്റെ കുഞ്ഞിനെ വേണ്ടി ആണെന്നൊക്കെ പറഞ്ഞു വെച്ചാണ് ശിവ സേതുവിനെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിച്ചത്. തനിക്കെന്നും ജീവനും ജീവിതവുമായ തൻ്റെ പൊന്നുമകളുടെ കൈകളിൽ നിന്ന് ആ താലിച്ചരട് വാങ്ങി അനിതയുടെ കഴുത്തിൽ ചാർത്തുമ്പോൾ സേതുവിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. ഒരിക്കൽ നഷ്ടപ്പെട്ട വസന്തം തൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതിന്റെ നിർവൃതിയായിരുന്നു അപ്പോൾ അനിതയുടെ മുഖത്ത്. നീണ്ട വർഷങ്ങളിലെ കാത്തിരിപ്പും നിശബ്ദമായ കണ്ണുനീരിന് ലഭിച്ച മധുരമായ പ്രതിഫലം. അവർക്ക് വേണ്ടപ്പെട്ടവർ ആ മുഹൂർത്തത്തെ സന്തോഷത്തോടെ ആശീർവദിച്ചു. ഡി തോട്ടിക്കോലെ, നിന്റെ മുഖത്ത് എന്താ കടന്നല് കുത്തിയെ? ഒരു കൊട്ടയ്ക്കുണ്ടല്ലോ വീർത്ത് കെട്ടിയിരിക്കുന്നു. കല്യാണം കഴിഞ്ഞതും എല്ലാവരുടെയും ഇടയിൽ നിന്ന് മാറി ഒരിടത്തു പോയി ഒഴിഞ്ഞിരിക്കുന്ന അപ്പുവിനരികെ ചെന്ന് സിദ്ധു തിരക്കി. അവനെ കണ്ടതും പെണ്ണ് മുഖം കൂട്ടിയിരുന്നു. ഡി കാന്താരി, നിന്റെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ വന്നതേ നിന്നെ കാണിക്കാൻ വേണ്ടി തന്നെയാ. എന്നിട്ട് എന്നെ മൈൻഡ് ചെയ്യാതെ എങ്ങോട്ടാടി പുല്ലേ നോക്കുന്നേ? സിദ്ധുവിന്റെ ആ ചോദ്യം കേട്ടതും അപ്പു ഒന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ ആ ഗ്രീൻ ലെഹങ്കയുടെ അതേ നിറത്തിലുള്ള സിൽക്ക് ഷർട്ട് തന്നെയാണ് അവനെ ഇട്ടിരിക്കുന്നത്. അതിനെന്താ, ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് വന്നൂടെ? ഇപ്പോ അതെന്തിനാ എന്നെ കാണിക്കുന്നേ? ദേഷ്യത്തിൽ പറയുന്നതിനോടൊപ്പം കയറ്റിപ്പിടിച്ച മുഖം അപ്പു തിരിച്ചെങ്കിലും ഉള്ളിലെ സന്തോഷം മറച്ചു പിടിക്കാൻ അവൾ പാടുപെടുകയായിരുന്നു. ഞാൻ പിന്നെ നാട്ടുകാരെ കാണിക്കാടി.
ആ, അതായിരിക്കും നല്ലത്. അല്ലെങ്കിലും അതിനൊക്കെ ടൈമും ഉണ്ടല്ലോ. തന്നെ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നവളെ നോക്കി സിദ്ധു ചോദിച്ചതും ആ നിമിഷം വരെ കെറുവിച്ചു നിന്നവൾ നിമിഷം നേരം കൊണ്ട് അടവ് മാറ്റി. ദേ, സമയം എന്നൊരു പേര് മാത്രം നീ എന്നോട് മിണ്ടരുത്. മനുഷ്യനെന്ന് നേരെ നടു നിവർത്തിയിട്ട് മാസങ്ങളായി. സത്യം പറഞ്ഞാൽ 3 മാസം മുന്നേയുള്ള നമ്മുടെ എൻഗേജ്മെന്റിന്റെ അന്നാ ഒന്ന് നേരെ നിന്നത്. പിന്നെ തൊട്ട് നിന്റെ വലിയേട്ടൻ എന്ന് പറയുന്ന അങ്ങേര് പെണ്ണും പിള്ളയെയും കെട്ടിപ്പിടിച്ചിരിക്കാൻ തുടങ്ങിയതാ. വേറൊരുത്തൻ ഒരുത്തിയുടെ പുറകെ മണപ്പിച്ച് അങ്ങനെ. എല്ലാവർക്കും എല്ലാം പറഞ്ഞേൽപ്പിക്കാൻ ഞാനുണ്ടല്ലോ. ഇതൊന്നും പോരാഞ്ഞിട്ട് വെളുപ്പാങ്കാലത്താ മനുഷ്യനൊന്ന് ഉറങ്ങുന്നത്. എന്നിട്ട് ആ ക്ഷീണമൊക്കെ മാറ്റി എന്നും രാവിലെ നിനക്കൊപ്പമില്ലേ ഞാൻ? അല്ലെങ്കിലും നമ്മൾ നെട്ടോട്ടം ഓടുന്നത് ആരും കാണുന്നില്ലല്ലോ. വിഷമവും അരിശവും കൂടി കലർത്തി അത്രയും പറഞ്ഞ് മറ്റെങ്ങോ നോക്കി സിദ്ധു നിന്നു. അപ്പുവിന് സങ്കടം തോന്നി. എല്ലാവർക്കും വേണ്ടി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അവന് എല്ലാം അറിയാമായിരുന്നിട്ട് കൂടി കുറ്റപ്പെടുത്തി. അവൾക്ക് വല്ലായ്മ തോന്നി. എന്നും കാലത്ത് തനിക്ക് വേണ്ടിയാണ് അവശതയൊക്കെ മറന്ന് കോളേജ് വരെ ഒപ്പം വരുന്നത്. തനിക്ക് വേണ്ടി മാത്രം. 3 മാസങ്ങൾക്ക് മുന്നെയാണ് അപ്പുവിന്റെയും സിദ്ധുവിന്റെയും എൻഗേജ്മെന്റ് കഴിഞ്ഞത്. ഇരുവരുടെയും ഇഷ്ടം വൈഭവ് തന്നെയാണ് വീട്ടിൽ അറിയിച്ചത്. അപ്പുവിനെ സിദ്ധുവിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നതിന് വൈഭവിനെ പോലെ ഏറ്റവും സന്തോഷം അനിക്കുമായിരുന്നു. അപ്പു MBBSന് ചേർന്നതുകൊണ്ട് തന്നെ കല്യാണം അവളുടെ പഠിത്തം കഴിഞ്ഞിട്ട് മതി എന്ന് തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ അപ്പുവിന് വലിയ താല്പര്യമില്ലെങ്കിലും തന്റെ കുഞ്ഞേട്ടന്റെയും സിദ്ധുവിന്റെയും സ്വഭാവം നന്നായി അറിയാവുന്നത് കൊണ്ട് പെണ്ണൊന്ന് അടങ്ങി. സോറി സിദ്ധ. കെറുവോടെ ചിന്തിച്ചു നിൽക്കുന്നവന്റെ വയറിലൂടെ പിന്നിൽ നിന്ന് കൈ ചുറ്റി പിടിച്ചു അപ്പു. അവളുടെ ആ വിളി കേട്ടതും സിദ്ധുവിന്റെ ചുണ്ടൊന്നു മിന്നി. ഞാൻ വേണോന്ന് വെച്ചല്ല. രാവിലെ തൊട്ട് ഒരുങ്ങി നിന്നിട്ട് എന്റെ സിന്ധുവിനെ കാണാണ്ട് വന്നപ്പോൾ കൂടെ ഇവിടെ എല്ലാവരും അവരുടെയൊക്കെ പാർട്ണേഴ്സിന്റെ കൂടെ നടക്കുന്ന കണ്ടപ്പോൾ സങ്കടമായി. അതാ, സോറി. അത് പറയുമ്പോൾ അപ്പുവിന്റെ മിഴികൾ നിറഞ്ഞിരുന്നു. സിദ്ധു ഒറ്റ വലിക്ക് പെണ്ണിനെ പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് ഇട്ടു. ഡി കാന്താലി, ഡെയിലി നിന്നെ കോളേജിൽ കൊണ്ടുവിടുന്നുണ്ട് ഞാൻ. പിന്നെ പറ്റുമ്പോഴൊക്കെ കൂട്ടിക്കൊണ്ടുവരും. എന്നിട്ടും നിനക്കെന്നെ മിസ് ചെയ്തല്ലേ? പെണ്ണിന്റെ കവിളിൽ പിച്ചി അവൻ ചോദിച്ചതും ആ വെണ്ണ കവളുകൾ നാണം കൊണ്ട് തുളുമ്പി. അതല്ല സിദ്ധ, ആ ആദിയും ആര്യവുമൊക്കെ ഒന്നിച്ച് നടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് കുശുമ്പ് കുത്തി. അതാ. കുഞ്ഞു പിള്ളേരെ പോലെ കവൾ വീർപ്പിച്ചു പറയുന്നവളെ കാണാൻ സിദ്ധുവിന് വാത്സല്യമോ പ്രണയമോ ഒക്കെ കൂടി. എന്റെ കാന്താരി, നമ്മളെപ്പോലെ ആണോടി അവര്? നിനക്കറിയാവുന്നതല്ലേ ആരതിയുടെ സിറ്റുവേഷൻ. ഇങ്ങനെ വല്ലപ്പോഴും അവൾക്ക് എല്ലാവരെയും ഒന്നിച്ചു കാണാൻ പറ്റുന്നത് തന്നെ വിച്ചുള്ളത് കൊണ്ടാ. സിദ്ധു പറഞ്ഞതും അപ്പുവിന്റെ മിഴികൾ അങ്ങ് കുറച്ചു മാറി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആദിയിലേക്കും ആരതിയിലേക്കും നീണ്ടു. അന്നത്തെ സംഭവത്തിന് ശേഷം വിദ്യയെ ആരും കണ്ടിട്ടില്ല. ഒരു രാത്രി ഇറങ്ങി അങ്ങ് പോയതാണ്. കുറെ തിരഞ്ഞ ശേഷം കർണാടകയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയത്. ആളെ കിട്ടുമ്പോൾ സ്ഥിരബോധമില്ലായിരുന്നു. ഇപ്പോൾ വെല്ലൂരുള്ള ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അഞ്ജലിയും ആരതിയും അച്ഛൻ സുരേഷിന്റെ കൂടെ അവരുടെ വീട്ടിലാണ് താമസം. ആരതി മാത്രം വല്ലപ്പോഴും മാണിക്യമംഗലത്തെത്തും. അതുമാത്രമാണ് അവർക്കിപ്പോൾ കുടുംബത്തോടുള്ള ബന്ധം. മകനെ കൊന്നെന്ന് പറഞ്ഞുകൊണ്ട് വൃന്ദ പിന്നെ അന്നേ ആ കുടുംബവുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതാണ്. ആ, ഇനി അതോർത്ത് വിഷമിക്കാതെ എന്റെ കുറുമ്പി. വാ, നമുക്ക് രണ്ടുപേർക്കും കൂടി ആരും കാണാത്ത ഇടത്ത് പോയി സൊള്ളാം. അപ്പുവിന്റെ മുഖം വാടാൻ തുടങ്ങിയത് കാണാൻ സിദ്ധു അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. ഏ, അപ്പോ വലിയ അക്രമമൊന്നും കാണിക്കില്ലെന്ന് ബെസ്റ്റ് ഫ്രണ്ടിന് കൊടുത്ത വാക്ക് മറന്നോ? പെണ്ണ് കളിയോടെ ചോദിച്ചു. ഡി മോളെ, നിനക്ക് 18 വയസ്സ് കഴിഞ്ഞു. മാത്രമല്ല നീ ഇപ്പോ പാതി എന്റെ സ്വന്താ. അപ്പോ പിന്നെ ഒന്ന് മാറി നിന്ന് ഒന്നിച്ചു മിണ്ടിയെന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല. കേട്ടോടി കോപ്പേ. അതുകൊണ്ട് ആങ്ങളമാരുടെ പുന്നാര പെങ്ങൾ ഇങ്ങ് വന്നേ. അരിശത്തോടെ പറഞ്ഞുകൊണ്ട് അപ്പുവിനെ വലിച്ചുകൊണ്ട് സിദ്ധു നടന്നതും പെണ്ണ് അവന്റെ കയ്യിൽ കിടന്ന് പൊട്ടിച്ചിരിച്ചു. വൈകുന്നേരത്തെ ചുവപ്പ് സൂര്യൻ വന്നു തുടങ്ങിയ ആ കടൽ തീരത്തുകൂടി നടക്കുകയാണ് ശിവ. അവൾ ചുറ്റും നോക്കുന്നുണ്ട്. കണ്ണുകൾ പരതുന്നത് അവളുടെ അമ്മയ്ക്ക് വേണ്ടിയാണ്. കല്യാണം നടക്കുമ്പോൾ അവിടെ എല്ലാവർക്കും ഒപ്പം കണ്ടതാണ്. പക്ഷേ കുറച്ചു നേരമായിട്ട് വാമികയെ കാണുന്നില്ല അവൾ. പന്തലിലെ ബഹളങ്ങൾക്കിടയിൽ നിന്നും പെട്ടെന്ന് അമ്മയെ കാണാതായാണ് ശിവയുടെ ഉള്ളിൽ ഒരാദി പടർത്തിയിരുന്നു. ഇപ്പോൾ ദൂരെ തിരമാലകൾ ആഞ്ഞടിക്കുന്ന കടലിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് വാമിക. കയ്യിൽ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു തന്റെ പ്രിയപ്പെട്ടവന്റെ ചിതാഭസ്മം ഉണ്ടായിരുന്നു. ഈ ജന്മത്തിൽ കാണണമെന്ന് കൊതിച്ച ഒന്നുകൂടി കണ്ടു ശിവേട്ടാ. നമ്മുടെ സേതുവേട്ടന്റെ വിവാഹം നമുക്ക് വേണ്ടി, നമ്മുടെ മോൾക്ക് വേണ്ടി മാറ്റിവെച്ചതാ അവർ രണ്ടുപേരും അവരുടെ ജീവിതം. ഇന്നത് ഒരു താലിച്ചരടിൽ ഒന്നിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷമായി. എല്ലാം നന്നായി തീർന്നു. ചെയ്യാനും തീർക്കാനുമുള്ളതെല്ലാം നമ്മുടെ മക്കൾ തീർത്തു കേട്ടാ. ഇനി എന്റെ ഏട്ടന് സമാധാനമായി ഉറങ്ങാം. നിറഞ്ഞൊഴുകിയ കണ്ണുകളിൽ നേരിയ ചിരി തൂക്കി പറഞ്ഞുകൊണ്ട് ശിവദാസിന്റെ ചിതാഭസ്മം അവൾ ആ കടലിലേക്ക് ഒഴുക്കി. ഓരോ തരിയും തിരമാലകൾ അലിയുമ്പോൾ വാമികയുടെ കണ്ണുകൾ ശൂന്യതയായിരുന്നു. തന്നിൽ നിന്ന് എന്തോ ഒന്ന് തന്നെ വിട്ട് അകലും പോലെ അവളുടെ നെഞ്ചു പിടഞ്ഞു. തിരയ്ക്കുള്ളിലേക്ക് ഒഴുകിപ്പോകുന്ന ആ തരികൾക്കൊപ്പം ലയിക്കാൻ വാമികയുടെ മനസ്സ് തുടിച്ചു. പതുക്കെ ആഴങ്ങളിലേക്ക് വാമിയുടെ ചുവട് ചലിച്ചു. തിരമാലകൾ അവളുടെ അരയ്ക്കൊപ്പം എത്തിക്കഴിഞ്ഞു.
തൻ്റെ പ്രാണനായിരുന്നവളുടെ ആ ആഴക്കടലിൽ അഴിഞ്ഞു ചേരാൻ ഉറപ്പിച്ചതുപോലെ അവൾ മുന്നോട്ട് നീങ്ങി. അമ്മേ! തൊട്ടു പിന്നിൽ നിന്ന് ശിവയുടെ ആർത്തനാദം കേട്ടതും വാമിക ഒരു നിമിഷം തറഞ്ഞു നിന്നു. തിരിഞ്ഞു നോക്കിയ അവർ കണ്ടത് വീർത്തുന്തി പിടിച്ച വയറും താങ്ങി തനിക്കടുത്തേക്ക് കിതച്ചുകൊണ്ട് ഓടിവരുന്ന തൻ്റെ മകളെയാണ്. അമ്മയെ അന്വേഷിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചയിൽ ശിവയുടെ ഉള്ളു മുഴുവൻ കിടുങ്ങിപ്പോയിരുന്നു. വേച്ചു പോയ പാദങ്ങൾ കൊണ്ട് അമ്മയ്ക്കരിയിലേക്ക് അടിക്കുമ്പോൾ ചങ്കു പൊട്ടി വെളിയിൽ വരും പോലെ ഭയം അവളെ പുലുകിയിരുന്നു. അമ്മേ, വേണ്ടമ്മേ, അങ്ങോട്ട് പോവല്ലേ അമ്മേ, എന്നെ വിട്ടു പോവല്ലേ അമ്മേ. ശിവയുടെ ആ കരച്ചിൽ വാമികയുടെ ഉള്ളിൽ കൊണ്ടു. ഒരു നിമിഷത്തേക്ക് തൻ്റെ പൊന്നുമോളെ മറന്നതോർത്ത് അവരിലെ അമ്മമനം നീറി. അച്ഛയോ പോയി. എത്ര നാൾ കഴിഞ്ഞു കിട്ടിയതാ എനിക്കെൻ്റെ അമ്മയെ. എന്നിട്ട് എന്നെ ഇട്ടിട്ട് പോവാണോ? എന്നെ വേണ്ടേ? എൻ്റെ കുഞ്ഞിനെ വേണ്ടേ അമ്മയ്ക്ക്? ഞങ്ങളെ ഇട്ടേച്ച് പോവല്ലേ അമ്മേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശിവ കടലിലേക്ക് ഇറങ്ങാനാഞ്ഞു. അടിവയറ്റിൽ ഇറച്ചു കയറിയ വേദനയും ശ്വാസം മുട്ടലും മറന്ന് അവൾ തൻ്റെ അമ്മയ്ക്കായി കൈനീട്ടി. മകളുടെ ആ കണ്ണീരിന് മുന്നിൽ വാമി തോറ്റുപോയി. പതുക്കെ തിരിഞ്ഞു നടന്ന് കരയിലേക്ക് ഓടിക്കയറിയ അവർ തൻ്റെ മകളെ മാറോട് ചേർത്ത് പിടിച്ചു. എന്താ അമ്മേ ഈ ചെയ്യാൻ പോയേ? എങ്ങനെ തോന്നി ഞങ്ങളെയൊക്കെ വിട്ടു പോവാൻ? എന്നെ വിട്ടു പോവാൻ? അമ്മയെ ഇറുക്കി പിടിച്ചു വാവിട്ട് കരഞ്ഞു ശിവ. മകളെ ഓർക്കാതെ ചെയ്യാൻ തുനിഞ്ഞ ബുദ്ധിമോശത്തെ പിടിച്ചു വാമിക. മാപ്പ് കുഞ്ഞെ. ഒരു നിമിഷം എൻ്റെ അച്ഛനെ മാത്രമേ അമ്മ ഓർത്തുള്ളൂ. അതാ പറ്റിയേ. വിതുമ്പി പറഞ്ഞുകൊണ്ട് ശിവയുടെ നെറുകയിൽ തലോടി വാമിക. അമ്മയും മകളും മാത്രം നിറഞ്ഞു നിന്ന ഒരു വൈകാരിക നിമിഷമായിരുന്നു അത്. എന്നാൽ പെട്ടെന്ന് ശിവ തൻ്റെ വയറിൽ പിടിച്ചു. ഏതാനും നിമിഷങ്ങൾക്ക് മുന്നേ തോന്നിയ വേദന യാഥാർത്ഥ്യമാണെന്ന് അറിയിച്ചു കൊണ്ട് വീണ്ടും അവളിലേക്കെത്തി. ആ അമ്മേ! ഒരു കൈ കൊണ്ട് വയറ് പൊത്തിപ്പിടിച്ചു ഊന്നിപ്പോയി അവൾ. ശിവമോളെ, എന്താ വേദനിക്കുന്നുണ്ടോ? പറ്റുന്നില്ല അമ്മേ, എൻ്റെ വയറ് പൊട്ടി പോലെ. അടിവയറ്റിൽ അമരുന്ന അസഹ്യമായ വേദന താങ്ങാൻ കഴിയാതെ ശിവ മുട്ടുകുത്തി നിലത്തേക്ക് ഇരുന്നു പോയി. പെണ്ണിന്റെ ഉള്ളു പിടച്ചു. അവൾക്ക് തൻ്റെ ഡോക്ടറെ കാണാൻ തോന്നി. മോളെ, ഒന്നുമില്ലടാ, ഒന്നുമില്ല. കുഞ്ഞു വരാൻ സമയമായി. അതാ. എൻ്റെ മോൾക്ക് എഴുന്നേക്കാൻ പറ്റുമോ? ശിവയെ താങ്ങി പിടിക്കാൻ ശ്രമിച്ചു വാമിക ചോദിച്ചതും ഇല്ലെന്ന് തലയാട്ടിക്കൊണ്ട് അവരുടെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവൾ. ആമി! ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് വൈഭവ് അങ്ങോട്ടേക്ക് ഓടി വന്നു. അവനെ ദൂരെന്ന് കണ്ടതും ആ വേദനകൾക്കിടയിലും ശിവയുടെ ചുണ്ടുകൾ ഒന്നു മിന്നി. പെണ്ണിനെ അരികത്തു നിന്ന് മാറ്റാതെ കൊണ്ട് നടന്നതാണ്. സേതു ഒരു അത്യാവശ്യത്തിന് വിളിച്ചപ്പോൾ നിമിഷങ്ങൾ മാത്രമാണ് അവളിൽ നിന്നൊന്ന് അകന്നത്. തിരികെ ചെന്നപ്പോൾ ആ തിരകൾക്കിടെ ശിവയെ കാണാതായപ്പോൾ തന്നെ അവന്റെ നെഞ്ചൊന്ന് കത്തിയിരുന്നു. കൂടെ ഇപ്പോൾ കാണുന്ന കാഴ്ചയും. ആമി! പാഞ്ഞെത്തിയവൻ ശിവയെ ചേർത്ത് പിടിച്ചതും ഉണ്ണിയേട്ടാ, വേദന, എനിക്ക് വയ്യേട്ടാ. ശിവ അവന്റെ അരികിൽ ഷർട്ടിൽ മുറുകെ പിടിച്ചു കരഞ്ഞു. ഡെലിവറി പെയിനാ അപ്പമ്മേ? എനിക്കും തോന്നി. പക്ഷേ നേരത്തെ ആണല്ലോ മോനെ. വൈഭവ് പറഞ്ഞത് കേട്ട് ആവലാതിയോടെ ചോദിച്ചു വാമിക. വൈഭവ് ശിവയെ ഇരു കൈകൾ കൊണ്ട് കോരിയെടുത്ത് ഓടി. ഞൊടി നേരം കൊണ്ട് ആ വിവരം അവിടെ കൂടിയവർ എല്ലാം അറിഞ്ഞു. അനി ഓടിച്ചെന്ന് കാർ എടുത്തുകൊണ്ട് വന്നതും ശിവയുമായി വൈഭവ് പിന്നിലേക്ക് കയറി. ഒപ്പം അപ്പമ്മയും. ആ കാർ സ്പീഡിൽ സൗവർണയിലേക്ക് പാഞ്ഞതും പിന്നാലെ ബാക്കിയുള്ളവരും തിരിച്ചു.